തമ്മിൽ കണ്ട പോലെ തന്നെ അടി ഇടി വെടി പോകുക, അത് തന്നെയാണ് ഈ ഒരു പടം. ജോൺ വിക്കും നോബഡി എല്ലാം നിങ്ങൾക്ക് വർക്കായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പടവും വർക്കാകും. കാരണം സെയിം ടീമാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. 2025 പുറത്തിറങ്ങിയ നോർമൽ. കഥയായിട്ട് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. അതായത് നോർമൽ എന്ന ടൗണിലേക്ക് പുതുതായിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന ഒരു ഷെരീഫ്, വേറെ ആരുമല്ല നമ്മുടെ സോൾ ഗുഡ്മാൻ. അങ്ങനെ വരുന്നു, ചുമ്മാ കുറച്ച് നാൾ ഇരുന്നിട്ട് പോകാം എന്നൊരു മൈൻഡ് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ആ നാട്ടിൽ നടക്കുന്ന കൂത്താണ് ഈ ഒരു പടം. നോർമൽ എന്ന പേരിട്ടിരിക്കുന്ന ആ ഒരു ടൗൺ ഒട്ടും തന്നെ നോർമൽ അല്ല, ഭയങ്കര അബ്നോർമലാണ്. വന്ന് കയറിയതും ചെറിയ വള്ളിയൊന്നും അല്ലാത്തതുകൊണ്ടും അവിടെ പിന്നീട് അങ്ങോട്ട് ഒരു ജഗ പുകയാണ്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല. ഇതൊരു ഗൂഫി സില്ലി ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫ്ലിക്ക് ആണ്. തീർച്ചയായിട്ടും കണ്ടുവെക്കുക. സോ വിതൗട്ട് ദ വേ, ദിസ് ഇസ് സിനിമ ഓസ്ട്രേലിയ. We gonna talk about നോർമൽ. പടം തുടങ്ങുന്നത് തന്നെ ജപ്പാനിലുള്ള ഒരു യാക്കുസ ഗ്യാങ് ലീഡറെ കാണിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഇയാളുടെ മുമ്പിലേക്ക് 3 പേരെ കൊണ്ടിടുന്നു. ഈ 3 പേരും ഇയാളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരായിരുന്നു, പക്ഷെ എന്തോ തെറ്റ് ചെയ്തു. അതിനുവേണ്ടിയാണ് ഇപ്പം മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത്. എന്നിട്ട് ഇവരുടെ മുമ്പിൽ ഒരു കത്തി ഒരു തുണിയും വെച്ചിട്ട് എന്താണെന്ന് അറിയാലോ എന്നൊരു ചോദ്യം. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ 3 പേരിൽ ഒരുത്തൻ അവന്റെ ചെറുവിരൽ കണ്ടിച്ച് അവിടെ ഇടുന്നു. ഇവനെ കണ്ട് രണ്ടാമതൊരുത്തനും അവന്റെ ചെറുവിരൽ മുറിച്ചു കൊടുക്കുന്നു. പക്ഷെ നടുവിലിരിക്കുന്നതിന് അവന്റെ വിരൽ തന്നെ മുറിച്ച് കളയാൻ ഭയങ്കര പേടി. അവൻ കൈ മടക്കി വെച്ചിട്ട് മുറിച്ചെന്ന രീതിയിലുള്ള ഭാവം എല്ലാം കാണിക്കാൻ തുടങ്ങി. കലിമൂത്ത് യാക്കുസ ലീഡറും വേറെ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടാന എടുത്ത് നേരെ വെട്ടി അവന്റെ തല തന്നെ തുണ്ടാക്കി. ലെവന്റെ കത്തിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി വിരൽ മുറിച്ച 2 ഉണ്ടല്ലോ, അവരുടെ കയ്യിലേക്ക് 2 റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. മിനസോട്ടയിലുള്ള നോർമൽ ടൗൺ, അതാണ് നിങ്ങളുടെ അസൈൻമെന്റ് വിട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നു. എന്താണ് സംഭവം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല, പക്ഷെ വഴിയെ മനസ്സിലാവും. അവിടെ കെട്ടിയതിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഈ പറയുന്ന നോർമൽ ടൗൺ ആണ് കാണിക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ നായകനായിട്ടുള്ള ഉലീസിയസ്. പുള്ളി ആക്ച്വലി ഒരു ടെമ്പററി ഷെരീഫാണ്. അതായത് ഈ ഒരു ടൗണിൽ ഉണ്ടായിരുന്ന മുമ്പത്തെ ഷെരീഫിന്റെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിന് പകരം വന്ന ഒരു ടെമ്പററി ഷെരീഫ്. ഇവിടെ വേറൊരു ഷെരീഫ് വന്നിട്ടില്ല. അതൊരു ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു 8 ആഴ്ചത്തെ ഒരു പീരീഡ് വേണ്ടി മാത്രം വന്ന ഒരു ടെമ്പററി ഷെരീഫാണ് നമ്മുടെ ഉലീസിയസ്. ഇദ്ദേഹം ആ ഒരു നോർമൽ ടൗണിനെ പറ്റി കാണുന്ന രീതി തന്നെയാണ് നമുക്കും ആ ടൗണിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. 2000 താഴെ മാത്രം പോപ്പുലേഷൻ വരുന്ന, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ഒരു ചെറിയൊരു നല്ലൊരു ടൗൺ. ഒറ്റ നോട്ടത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം മഞ്ഞെല്ലാം മൂടിയ, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗൺ. പക്ഷെ ശരിക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് പറയുന്നൊരു ചോദ്യം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഈ ഒരു ടൗണിൽ കാലുകുത്തി അന്ന് തൊട്ട് എന്തൊരു തരത്തിലുള്ള വശപ്പശക്കുള്ള ഒരു തോന്നൽ ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഡെപ്യൂട്ടി മൈക്കാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ടൗണിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹത്തിന് കൊണ്ടുവന്നത്. മൈക്ക് ഭയങ്കരധികം കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ഫണ്ണി ക്യാരക്ടറാണ്. പുള്ളി ഒരു ലെതർ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര രസത്തിലാണ് പുള്ളി ഇരിക്കുന്നത്. ആ ജാക്കറ്റ് ആണെങ്കിലും ഒന്ന് അനങ്ങിയാലോ തിരിഞ്ഞാലോ ഒക്കെ അങ്ങ് ശബ്ദം ഉണ്ടാക്കും. എന്തിനീ ഈ ജാക്കറ്റ് വാങ്ങിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്ന ഹെലികോപ്റ്ററുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പുള്ളി മറുപടി പറയുന്നത്. അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് മൈക്കിന്റെ. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ടൗണിന്റെ ഡെവലപ്മെന്റ് വേണ്ടി ഇവർ ഫണ്ട് റൈസറായിട്ട് $18 മില്യൺ ഒക്കെ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു ടൗണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. എന്ത് ചെയ്യാനാ, ടൗണിന് ഒരു ആവശ്യം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേരുമെന്നാണ് ഇവൻ പറയുന്നത്, മൈക്ക് പറയുന്നത്. അങ്ങനെ ഇവർ സ്റ്റേഷനിലോട്ട് എത്തുന്നു. അവിടെയാണെങ്കിൽ ഒരു ടോം എന്ന് പറഞ്ഞ ഒരുത്തൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നായകൻ ഇടയിലോട്ട് കയറുന്നു. സാറേ, ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി സ്ഥലം ഉണ്ടാക്കി ഇടുമ്പോൾ വേറെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് അവിടെ വീട്ടിൽ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? അവനോട് മര്യാദയ്ക്ക് ആ വണ്ടി അവിടെ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരധികം പ്രശ്നമാക്കുന്നു. അപ്പോൾ അവിടേക്ക് ഡെപ്യൂട്ടി ബ്ലെയിൻ എന്ന് പറയുന്ന വേറൊരു ഓഫീസർ വരുന്നു. അളിയാ ടോമേ, എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ പോയി സംസാരിച്ചത് റെഡിയാക്കാം, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഒരു പോലീസ് രീതി അല്ലാതെ ഭയങ്കര കാഷ്വൽ ആയിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നു. ഈ ഡെപ്യൂട്ടി ബ്ലെയിൻ ആണ് ഈ ടൗണിന്റെ അടുത്ത ഷെരീഫായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ നായകന്റെ അടുത്ത് വന്നിട്ട്, സാറേ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടത്, ഇതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഇവിടെ നടക്കാറുള്ളൂ, സാർ വാ സാർ ഓഫീസിൽ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടിരുത്തുന്നു. നായകനും ഡബിൾ ഹാപ്പിയാണ്. കാരണം പ്രശ്നങ്ങൾക്കൊന്നും തലയിടാൻ പുള്ളിക്കും വയ്യ. വന്നോ, ടൗണിൽ നിൽക്കാൻ പറഞ്ഞ സമയം നിന്നോ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ ഈ ഒരു ടൗണിനെ ആക്കിയിട്ട് പോകണം എന്നതാണ് ഇവന്റെ ഏക ലക്ഷ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വള്ളി പിടിക്കാൻ പുള്ളിക്ക് തീരെ താല്പര്യമില്ല. പുള്ളി ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്, പക്ഷെ എന്തോ സംഭവിച്ചു, അതിനുശേഷമാണ് പുള്ളി ഇങ്ങനെ മാറിയത്. ഇങ്ങനത്തെ വൈഫും ഇങ്ങനോട് ഇപ്പോൾ സംസാരിക്കാറില്ല, പക്ഷെ ഡെയിലി വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെയാണ് അവിടെയാണെന്ന് പറഞ്ഞ് എല്ലാ അപ്ഡേറ്റും ഭാര്യയ്ക്ക് കൊടുക്കാറുണ്ട് ഫോണിൽ. എല്ലാം വോയിസ് മെയിലേക്ക് പോകും എന്നല്ലാതെ ആ ഒരു ഫോൺ എടുത്ത് തിരിച്ച് ഇയാളോട് സംസാരിക്കാനൊന്നും ഭാര്യ ഇതുവരെ മുതിർന്നിട്ടില്ല. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ സംഭവം എന്ന് നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നില്ല. നായകന് വന്നപാടെ പെൻഡിങ് ഉണ്ടായിരുന്ന ഫയലെല്ലാം സൈൻ ചെയ്ത് സീൽ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് ആ ഓഫീസിൽ ഒരുപാട് ഷെരീഫിന്റെ ഫോട്ടോയും ഷെരീഫിന്റെ മോളുടെ ഫോട്ടോയും ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു ഷെരീഫിന്റെ കേസ് ഫയൽ ഇദ്ദേഹം എടുത്ത് നോക്കുന്നത്. നോക്കുമ്പോൾ എന്താ, പുള്ളി ഒരു ദിവസം ഐസ് ഫിഷിങ്ങിന് പോയ സമയത്ത് അവിടെ എന്തോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത്രയും തണുപ്പത്ത് ഐസ് ഫിഷിങ്ങിന് പോകുന്നു എന്നതിനപ്പുറം ഉള്ളിലിടുന്ന നിക്കറും ബനിയനും ഇട്ടിട്ടാണ് പുള്ളി മീൻ പിടിക്കാൻ പോയേക്കുന്നത്, അതും ഇത്രയും തണുപ്പത്ത്. പക്ഷെ അതൊന്നും വലിയൊരു കാര്യമായിട്ട് ആരും ചൂണ്ടിയെടുത്ത് പറയുന്നില്ല. അയാൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു എന്നാണ് ഡെത്ത് റിപ്പോർട്ടിലുള്ളത്. അത് സൈൻ ചെയ്തിരിക്കുന്ന ഇതേ ടൗണിൽ തന്നെയുള്ള വേറൊരു ഡോക്ടറാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഡ്രോയറിൽ നിന്നും ഈ പറയുന്ന ഷെരീഫിന്റെ ഒരു തോക്ക് ഇയാൾക്ക് കിട്ടുന്നു. അത് എവിഡൻസ് ഫയലായിട്ട് പുള്ളി ആ ഒരു ലോക്കറിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി സ്റ്റേഷനിലുള്ള ആർമറി ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ഉണ്ടാ, അവിടെയാണെങ്കിൽ ചെറുതൊന്നും അല്ല, വൺ സെറ്റപ്പ് സാധനങ്ങൾ വെച്ചേക്കുന്നു. പിസ്റ്റലും സ്ലഗും AR-ഉം എന്തിന് C4ന്റെ RDH വരെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു ടൗണിലെ ചെറിയൊരു പോലീസ് സ്റ്റേഷനിൽ എന്തിന് ഇത്രമാത്രം ഒരു വെപ്പണറി എന്ന് പറയുന്ന ഒരു കാര്യം ഇയാൾക്ക് മനസ്സിലാവുന്നില്ല.
പറയുന്നില്ല. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഷെരീഫ് ചോദിച്ച് അപ്ലൈ ചെയ്ത് വാങ്ങിയെടുത്തതാണെന്നാണ് അവർ പറയുന്നത്. വാങ്ങിച്ചെടുത്തു ഓക്കെ, പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയുമെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. നായകൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ടൗണിനും അതിൻ്റെതായ ഒരു കാര്യമുണ്ട്. നമ്മളത് പെട്ടെന്ന് മാറ്റാനോ മറിക്കാനോ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വാർഡിന് ജോലി ചെയ്യുക, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതാണ് ഇയാളുടെ ലൈന്. ഇപ്പോൾ പോലും നോ പാർക്കിൽ പാർക്ക് ചെയ്ത ഒരു കാറിന് പുള്ളി ഫൈൻ കൊടുക്കാതെ ആ ഒരു ടിക്കറ്റിൽ എഴുതി വെക്കുക, അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ പാർക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട്. ആ വണ്ടിയുടെ ലേഡിയും ഓടി വന്ന് ടിക്കറ്റ് അടിച്ചോ ഫൈൻ അടിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നോക്കി ആ ഒരു സാധനം വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി കരുതി കൂളാവുന്നു. ആകെ മൊത്തത്തിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു നായകന്റെ ആ ഒരു എന്താ പറയുക പ്രവൃത്തികളും ശീലങ്ങളെല്ലാം നന്നായി ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നിട്ട് ഇദ്ദേഹം ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു കഫേയിലോട്ട് പോകുന്നു. അവിടെ നോക്കുമ്പോൾ ചുമര് മൊത്തം മറ്റേ തോക്കുകൾ അടുക്കി വെച്ചിരിക്കുക. ഇതെന്ത് ഇങ്ങനെയെന്ന് പറഞ്ഞ് നായകൻ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല സാർ, എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവരായിട്ട് തുടങ്ങിയൊരു ശീലമാണ്. അവർക്ക് ഈ തോക്ക് കളക്ട് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ വന്നു, അതിപ്പോൾ ഇത്രയായി വന്ന് നിൽക്കുവാന്ന് എന്ന് ഇവർ പറയുന്നു. അത് ശരി, ഇതൊക്കെ ലോഡഡ് ആണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ലോഡ് ചെയ്യാതെ ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും വെക്കോ സാറേ എന്ന് ചോദിക്കുന്നു. അതൊരു കോമഡി പറഞ്ഞാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിടുന്നു. അപ്പോൾ അവിടെ ന്യൂസിൽ മിനസോട്ടയിലേക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സ്റ്റോം വരാൻ വേണ്ടി പോവുകയാണ്. അതായത് മഞ്ഞിന്റെ കൊടുങ്കാറ്റ് ഉടനെ ഉണ്ടാവും എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൈഡിലുണ്ടായിരുന്ന വേറൊരാൾ, ഒരു ജപ്പാൻകാരൻ, ഇതുപോലൊരു നശിച്ച നാട് എന്ന് പറഞ്ഞ് പ്രാകുന്നു. ഇത് നായകനും കേൾക്കുന്നുണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അയാൾക്ക് എന്ത് വേദനയാണോ എന്തോന്ന് ഓർത്തിട്ട് പുള്ളി അത് വിടുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. നായകന് ഇവർ പ്രത്യേകിച്ച് ക്വാർട്ടേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പുള്ളി താമസിക്കുന്ന ഒരു ഹോട്ടലിൽ അവിടെയുള്ള. അപ്പം രാവിലെ പുള്ളി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുന്നു. ഒരു സ്വപ്നം പോലെ ഒരു പെൺകുട്ടി ഒരു തോക്കെല്ലാം പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു വിഷ്വൽ വന്നതും അയാളെ ഞെട്ടി ഉണരുന്നു. ഇതെന്നും ഇങ്ങനെ അത് ആരാ ഒരു പെൺകുട്ടി എന്താ ശരിക്കും സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയത്തില്ല. പുള്ളി ഈ ഒരു മനസമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് വർഷങ്ങളായി. പുള്ളി എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ് വെളിയിലോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ നിലത്ത് മഞ്ഞിൽ ചോര. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി പുള്ളിയും അത് ഫോളോ ചെയ്ത് സൈഡിലോട്ട് വന്ന് നോക്കുമ്പോൾ അത് ആക്ച്വലി ചോരയൊന്നും ആയിരുന്നില്ല, ചുവന്ന പെയിന്റ് ആയിരുന്നു. അത് തൂക്കിയിട്ട് വന്നത് മറ്റേ മൂസായിരുന്നു. മൂസ് എന്ന് പറയുമ്പോൾ മറ്റേ മാനിന്റെ വർഗത്തിൽപ്പെടുന്ന മറ്റേ കടമാനൊക്കെ ഇല്ല, മറ്റേ വലിയ സൈസിലുള്ള മാന്. അത് ശരി, നീയാണല്ലേ ഇത് ഒപ്പിച്ചത് എന്നും പറഞ്ഞ് അതിനെ ഒരു ഫോട്ടോയും എടുത്തിട്ട് പുള്ളി അവിടുന്ന് പോകുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേറൊരു കടയിലെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നത്. മൈക്കും ഒലീസിയസും ആ ഒരു കടയിലോട്ട് ചെന്ന് നോക്കുമ്പോൾ വയസ്സായിട്ടുള്ള ഒരാളും അവിടെ ഉണ്ടായിരുന്ന ഷോപ്പ് ഓണർ തമ്മിൽ ഭയങ്കര വാക്തർക്കം നടന്നുകൊണ്ടിരിക്കുക. ആമസോണിലേക്ക് ഇത് 30% കുറവിൽ കിട്ടും, നിന്റെ ഇവിടെ മാത്രം ഇത്രയും കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൂപ്പൻ ഒരേ അടി. എന്നാൽ തനിക്ക് ആമസോണിൽ ഉണ്ടാക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് കടക്കാരൻ. ഇതിന്റെ ഇടയിലോട്ടാണ് ഇവർ കയറി ചെല്ലുന്നത്. അപ്പോഴാണ് ഡെപ്യൂട്ടി മൈക്ക് ഇടയിൽ കയറിയിട്ട് അപ്പ ഇവിടെ ഇഷ്ടമായാലും ഇവിടെ വാങ്ങണ്ട, അപ്പുറത്ത് കടയുണ്ടല്ലോ, ഇങ്ങ് വന്നേ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പറഞ്ഞ് സമ്മാനപ്പെടുത്തി വെളിയിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ കേസും ഏതാണ്ട് അവിടെ സോൾവ് ആവുന്നു. അപ്പോഴാണ് നായകന്റെ ശ്രദ്ധയിൽ കടക്കാരന്റെ ബാക്കിലുള്ള ഒരു സാധനം ശ്രദ്ധയപ്പെടുന്നത്. ഒരുപാട് കൊളുത്തും താഴൊക്കെ ഇട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം, അതെന്താണെന്ന് പറഞ്ഞിട്ട് നായകൻ ചോദിക്കുന്നു. അത് ആ കടക്കാരനും അത് പിന്നെ സാറേ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ തന്നെ വേറൊരു അമ്മാമ വന്നിട്ട് ഈ നായകനെ പിടിച്ചോണ്ട് സാർ അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചിട്ട് പോയി. അത്യാവശ്യം എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയ പരാതി എന്താണെന്നറിയോ, ഞാൻ നീല നൂല ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്കിപ്പോൾ വന്നേക്കുന്ന ഏതാ പിങ്ക. സാറ് പറഞ്ഞു ഞാനിപ്പോൾ എന്നാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മച്ചി, ഇതാണോ അമ്മച്ചിയുടെ അത്യാവശ്യ വിഷയം എന്ന് പറഞ്ഞിട്ട് ഇവൻ. സോ ആകെ മൊത്തത്തിൽ ആ ഒരു ടൗണിലാവട്ടെ ഇതുപോലെയുള്ള ഒരു എന്താ പറയുക സില്ലി പെറ്റി കേസസ് മാത്രമേ ഉള്ളൂ. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ആ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് മരിച്ചുപോയ മറ്റേ ഒരു ഷെരീഫ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചെറുതായിട്ടൊരു എന്താ പറയുക ഫ്യൂണറൽ കൈൻഡ് ഓഫ് റിമംബറൻസ് പോലെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്നു എല്ലാവരും ഒത്തുചേർന്നിട്ട്. അവിടെ ആ ടൗണിലുള്ള മേയർ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവിടെ കൂടി ചേർന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നായകൻ മറ്റേ ആ ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നത്. മറ്റേ ഷെരീഫിന്റെ ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് വാങ്ങിച്ച മറ്റേ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അങ്ങനെ പരിചയപ്പെടുന്നത്. അയാളോട് ചോദിക്കുമ്പോഴും അയാൾ പറയുന്നത് ഏതാണ്ട് ഒരേ കഥ തന്നെയാണ്. അവനങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ശീലമുണ്ട്. സോ അങ്ങനെ കാര്യം പോയപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം, അവന് യോഗം ഇല്ലാണ്ടായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ. അപ്പോൾ അവിടേക്ക് ഇവനെ പരിചയപ്പെടാൻ വേണ്ടി മേയർ വരുന്നുണ്ട്. ഷെരീഫ് ഞാൻ കേട്ടത് ശരിയാണോ, നിങ്ങൾ ഇവിടെ വന്നതും ആ ഒരു മൂസിനെ കണ്ടോ, ആ ഒരു കടമാനെ കണ്ടായിരുന്നോ നിങ്ങൾ? ഉവല്ലോ, കാണുകയും ചെയ്തു, ഫോട്ടോയും എടുത്തിട്ടുണ്ട്. യോഗം നോക്കണേ, ഞാൻ ഇത്രയും കൊല്ലം ഇവിടെ ഇരുന്നിട്ടും എനിക്ക് ഒരു പ്രാവശ്യം പോലും അതിനെ കാണാൻ പറ്റിയിട്ടില്ല. എന്നേലും ഒരു ദിവസം കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ സേവനത്തിനെ പറ്റിയും ഇവിടെ ഉള്ളവർക്ക് നല്ല മതിപ്പാ. 8 ആഴ്ച എന്നുള്ളത് നമുക്ക് കൂട്ടിയിട്ട് അങ്ങ് നിരന്തരമായിട്ട് ഇവിടെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആക്കിക്കൂടെ? അതായത് ഈ ഒരു ടൗണിന്റെ പെർമനന്റ് ഷെരീഫായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നാണ് ഇവനോട് ചോദിച്ചേക്കുന്നത് ഈ ഒരു മേയർ. നായകനും അതിന് വലുതായിട്ട് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ശരി, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, കമ്പൽ ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഓക്കെ, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മേയർ അവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞപാടെ ഈ വീടിന്റെ വെളിയിൽ ഒരു ഒച്ചയും ബഹളവും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അവിടെ നോക്കുന്ന സമയത്ത് ആ മരിച്ചുപോയ ഷെരീഫിന്റെ മകള് വെളിയിൽ വന്നിട്ട് ആ ഒരു നമ്മുടെ ഡെപ്യൂട്ടി ബ്ലെയിനുമായിട്ട് എന്തോ സംസാരിച്ച് പ്രശ്നമാകുന്നുണ്ട്. ബ്ലെയിൻ അവളോട് പറയുന്നു നീ ഇവിടെ നിന്ന് ശരിയാവില്ല, നീ പൊക്കെ, നീ ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു കൊടുക്കുന്നു. അവൾ അവനെയും 4 ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. ഇതെല്ലാം തന്നെ ഉള്ളിൽ നിന്ന് നമ്മുടെ നായകൻ കാണുന്നുണ്ടായിരുന്നു. ഈ നായകൻ കണ്ടു എന്ന് പറയുന്ന വിഷയം ഡെപ്യൂട്ടി ബ്ലെയിനും കാണുന്നുണ്ട്. എന്നാൽ കാര്യമായിട്ട് എന്താണെന്നൊന്നും ചോദിക്കാനൊന്നും ഇവർ രണ്ടുപേരും നിന്നില്ല കേട്ടോ. ദെൻ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ സ്ഥിരം പോകാറുള്ള മറ്റേ ഒരു കഫേ ബാർ ഉണ്ടല്ലോ, ആ ബാറിലോട്ട് തന്നെ ഇവൻ ചെല്ലുന്നു. അപ്പോഴാണ് അന്ന് കാറ് നല്ലപോലെ പാർക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എഴുതി കൊടുത്തൊരു സ്ത്രീയില്ലേ, ആ സ്ത്രീ അവിടെ നിൽക്കുന്നത്. അവൾ ഇതേ ബാറിൽ വെയിറ്റർ സൈഡ് ജോലി ചെയ്യുക. അവളുടെ പേര് മൊയറ. അതിനൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ എവിടെയോ കണ്ടുപോലില്ലേ, അത് വേറെ ആരുമല്ല, നമ്മുടെ സെർസി ലാനിസ്റ്റർ ആണ്. സോ അങ്ങനെ അവർ പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇവളോടും ചോദിക്കുന്നുണ്ട് ഷെരീഫ് മരിച്ചതിന്റെ ആ ഒരു വിഷയത്തിനെ പറ്റിയൊക്കെ. പക്ഷേ ഇവൾക്കും കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഷെരീഫ്, ഞാൻ കുറേ നാളായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു, നിങ്ങളെന്താ എപ്പോഴും ഇങ്ങനെ ഒരു ഡെസ്പായി ഒരു മൂകത പോലെ എപ്പോഴും? അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ അന്ന് എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് പറയുന്ന കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇദ്ദേഹം നല്ലൊരു പോലീസ് ഓഫീസർ ആയിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു,
ആയിരുന്നു. അങ്ങനെ ലൈഫ് നല്ലപോലെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ആ സമയം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി തന്റെ അച്ഛൻ തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ ആ കംപ്ലൈന്റ് ചെയ്ത കുട്ടിയുടെ അച്ഛനെ ഇവന് നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് അവൻ ആ കുട്ടി പറയുന്ന കാര്യമായിട്ട് എടുത്തില്ല. അവൻ അവന്റെ കൂട്ടുകാരനെ വിശ്വസിച്ചു. അവൻ എത്ര നാളായിട്ട് കാണുന്നത്, അവനെന്തോ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരുത്തനല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് അവൻ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഒരു ദിവസം കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ഡിപ്പാർട്ട്മെന്റിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ തോക്കും ചൂണ്ടി സ്വന്തം അച്ഛനെ തോക്കുമുന്നിൽ നിർത്തുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഇയാൾ വന്ന് കാണുന്നത്. എന്നെ കൺമുമ്പിലിട്ട് തന്നെ അവൾ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു. അതിനുശേഷം പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ പോയ എന്റെ നേരെയും അവൾ തോക്ക് ചൂണ്ടി. ഞാനും വെടിവെച്ചു, അവളും വെടിവെച്ചു. എനിക്ക് കുറച്ച് ഉന്നം കൂടുതലുള്ളതുകൊണ്ട് എന്റെ കറക്റ്റായിട്ട് കയറി. ആ ഇൻസിഡന്റ് എന്റെ മനസ്സ് വിട്ട് പോകുന്നില്ല. അതെന്നെ വല്ലാണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബാധിച്ചു. എനിക്ക് അതിനുശേഷം ആരോടും അടുത്ത് ഇടപഴകാൻ പറ്റുന്നില്ല. എനിക്ക് ആരുടെ കാര്യം അറിയേണ്ട, ഞാൻ ആരുടെയും ഇടപെടത്തില്ല, ഞാനായി എന്റെ പാടായി എന്ന ഒരു രീതിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. അതെന്റെ ഫാമിലിയും രണ്ടാക്കി. എന്റെ ഭാര്യ ഒന്നും എന്നോട് സംസാരിക്കാറില്ല. അവൾ സംസാരിച്ചിട്ട് വർഷങ്ങളായി. ലൈഫ് ഈസ് എ ലോട്ട് ഈസിയർ വെൻ യു കെയർ എ ലിറ്റിൽ ലെസ് എന്ന ആ ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റി വരാൻ തുടങ്ങി. എന്നിങ്ങനെ ഇവനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മൊയറയോട് ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവാണ് ഇവനും ഹോട്ടലിൽ നിന്ന് പുറത്ത് ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ സൈഡിൽ എന്തോ ആരോ അടിച്ചു പൊട്ടിക്കുന്ന പോലെ നോക്കുമ്പോൾ ഒരു വെൻഡിങ് മെഷീനിൽ ഒരു സ്ത്രീ കിടന്ന് എന്തോ എടുക്കാൻ പറ്റാതെ കിടന്ന് ബുദ്ധിമുട്ടോ. മാം വെയിറ്റ് ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റിൽ വേഗമായിട്ട് ഇങ്ങോട്ട് വന്ന് തിരിയാൻ വേണ്ടി വന്ന ഒരാൾ ഈ ഷെരീഫിനെ കണ്ടതും അവിടെ സ്റ്റക്കായി അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെന്തോ ഒരു ചുറ്റിക്കളിയാണെന്നുള്ള കാര്യം നമ്മുടെ നായകന് മനസ്സിലായി. പക്ഷേ ഇവർ കണ്ട വലിയ പ്രശ്നക്കാരെല്ലാം തോന്നിയതുകൊണ്ട് അവൻ അവിടെ നിന്ന് വിട്ടിട്ട് പോയി. സ്റ്റേഷനിലോട്ട് പോകുന്നു. ചെയ്യേണ്ട ചെറിയ ജോലികളെല്ലാം തീർത്തിട്ട് അന്ന് രാത്രി തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്ന സമയത്ത് റൂട്ടിലൊരു വണ്ടി നിൽക്കുന്നു. നായകനും ആരാണെന്നറിയാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് അത് ആ മരിച്ചുപോയ മറ്റേ ആ ഒരു ഷെരീഫ് ഉണ്ടല്ലോ, അയാളുടെ മകളായിരുന്നു. ഇവളുടെ പേര് അലക്സ് എന്നാണ്. സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കള്ളു കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ കയ്യിൽ കള്ളൂപ്പി മാത്രമല്ല ഒരു തോക്കും ഉണ്ട്. റിസ്ക് ആണല്ലോ എന്ന് മനസ്സിലാക്കുന്ന നായകനും മെല്ലെ ഒരു കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. കൊച്ചു വല്ല മണ്ടൻ തീരുമാനം എടുത്തു പോകണ്ട എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മുടെ നായകൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചറിയുമ്പോഴാണ് അവൾ പറയുന്നത് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛന്റെ മരണത്തിന്റെ കാരണം ഇവളാണെന്നാണ്. ഇവള് മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററി കഴിഞ്ഞ് ഇവള് തിരിച്ച് ഈ നാട്ടിലോട്ട് വന്ന സമയത്ത് അച്ഛനെ ഇവൾക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. പുള്ളി ഭയങ്കരധികം ബിസിയാണ്. ഈ ഒരു ടൗണിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം മാത്രം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് അച്ഛൻ എന്നെ വേണോ അതോ ഈ ടൗൺ വേണോ എന്ന് പറഞ്ഞ് പ്രശ്നമാക്കാൻ തുടങ്ങി. ഞാൻ കാരണം അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നേ, ഞാൻ അച്ഛനെ പ്രഷർ ചെയ്ത് അങ്ങോട്ട് തുന്തി വിട്ടെ, എന്റെ തെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കര ഗിൽറ്റിലിരിക്കുക. മോളെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. ശരി അത് പോട്ടെ, രാവിലെ ആ ഒരു പരിപാടി നടന്നപ്പോൾ എന്റെ മോൾ ഉള്ളോട്ട് വന്നില്ല, എന്റെ ബ്ലെയിനുമായിട്ട് എന്താ പ്രശ്നം? അതൊന്നുമില്ല, അത് ഡെപ്യൂട്ടി ബ്ലെയിം വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണത്തിൻ്റെ കാരണം ഞാനായിരിക്കുമോ എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ ദേഹത്ത് തിരിയോ എന്നുള്ളൊരു പേടി കൊണ്ട് പുള്ളി വരണ്ടെന്ന് പറഞ്ഞതാണ്. എന്ത് ചെയ്യാൻ പറ്റുമോ, എൻ്റെ വിധി അല്ല, ഞാൻ എന്ത് പറയാനാണ്. സോ നായകൻ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഇവളെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാകത്തില്ല, എന്തേലൊക്കെ ഇവള് ചെയ്ത് കളയും. സോ സേഫ് ആയിട്ടൊരു ഇടം വേണം എന്ന് പറഞ്ഞിട്ട് നായകൻ നേരെ കൊണ്ടുവന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. ഇവിടെ സേഫുമാണ്, ഫുഡും കിട്ടും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നേരെ ജയിലിൽ കൊണ്ട് അടച്ചിടുന്നു. കുറ്റവാളിയായിട്ടല്ല, കുറച്ച് നേരത്തേക്ക്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ പേര് വിളിക്കുമോ, ഒച്ച ഉണ്ടാക്കുമോ, എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ തൊട്ടപ്പുറത്തെ റൂമിലുണ്ടാവും, ഒന്നെങ്കിൽ ഉറങ്ങുമായിരിക്കും അല്ലെങ്കിൽ ചുമ്മാ അവിടെ കിടക്കുമായിരിക്കും എന്നും പറഞ്ഞ് അലക്സിനെ അവിടെ ജയിലിൽ കൊണ്ടിട്ടിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നു. രാവിലെ ഫുഡ് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവനും ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല, അങ്ങ് വിട്ടേച്ചു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ പോവാണ്. അപ്പോൾ ഉണ്ട് ഇവരുടെ സ്റ്റേഷനിൽ മറ്റേ അലാറം അടിക്കുന്നത്. എവിടെന്നാ? ബാങ്കിൽ ആരോ കയറിയിട്ടുണ്ട്, എന്തോ പ്രശ്നമായിട്ടുണ്ട്, അതിൽ നിന്നാണ് അലാറം അടിക്കുന്നത്. അവിടെ കെട്ടിയതിൽ ബാങ്ക് കാണിക്കുകയാണ്. ബാങ്കിൻ്റെ ഉള്ളിൽ രണ്ടുപേര് വന്ന് കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രണ്ടുപേര് വേറെ ആരുമല്ല, കുറച്ച് മുമ്പ് നമ്മൾ മറ്റേ ആ ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് മറ്റേ ഫുഡ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളും അവളുടെ ഹസ്ബൻഡുമാണ് ഈ ഒരു ബാങ്ക് ഇവിടെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പ്രൊഫഷണൽ അല്ല കേട്ടോ, ഒട്ടും പ്രൊഫഷണൽ അല്ല. ഇവർ ചുമ്മാ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. നോക്കുമ്പോൾ അധികം ആൾക്കാരില്ലാത്ത, സെക്യൂരിറ്റി കുറവുള്ള ഒരു ചെറിയൊരു ബാങ്ക്. അപ്പോൾ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ജീവിക്കാനുള്ള ക്യാഷ് ഇവിടുന്ന് കിട്ടും എന്നൊരു വിശ്വാസം. അതിന് പുറത്താണ് ഈ ഒരു ബാങ്ക് ചൂസ് ചെയ്തത്. ഇവർ രണ്ടുപേരും തോക്ക് ചൂണ്ടി അവിടെയുള്ള എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയ ശേഷം കൗണ്ടറിൽ നിന്ന് ഈ ഒരു ക്യാഷ് മൊത്തം ബാഗിലോട്ട് ഇടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവരും ക്യാഷൊക്കെ ആ ഒരു ബാഗിനകത്തോട്ടിട്ട് ഇവരുടെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവള് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കഷ്ടിച്ചൊരു $2000 ഉണ്ടായാലുണ്ട്, അത്രേ ഉള്ളൂ. ഇതാണെങ്കിൽ ഇവർക്ക് ഒന്നും തികയത്തില്ല. ദേഷ്യം വന്ന് ഇവർ രണ്ടുപേരും വീണ്ടും അവിടെ ഉള്ളവരെ പേടിപ്പിക്കുന്നു. നിങ്ങൾക്കെന്നത് കളിയായിട്ട് തോന്നുന്നു, ആരും ഇപ്പം ക്യാഷ് യൂസ് ചെയ്യുന്നില്ല, ആരുടെ കയ്യിലും ക്യാഷ് ഇല്ലപ്പോൾ, അതുകൊണ്ടാണ്. രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, കാശില്ലാതെ ഇവിടുന്ന് പോകാനും പറ്റുന്നില്ല, ഇത്രയും റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് നേരെ മാനേജർ അടുത്ത് വന്നിട്ട് തോക്ക് ചൂണ്ടി, ക്യാഷറിന്റെ കയ്യിലല്ലേ ക്യാഷ് ഇല്ലാത്ത, നീ ലോക്കർ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ വേണ്ടത്ര എടുത്തോളാം. ഇത് കേട്ടത് ഈ മാനേജർ നേരെ നോക്കുന്ന അവിടുത്തെ 2 സെക്യൂരിറ്റിമാരെയാണ്. ആ സെക്യൂരിറ്റി ആരാണെന്ന് കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ 2 ജാപ്പനീസ് ആൾക്കാരാണ്. ആ വിരൽ മുറിച്ച 2 ഉണ്ടല്ലോ അവന്മാർ. ഈ മാനേജർ എന്തിനാ സെക്യൂരിറ്റി നോക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഇടയിലുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങായി കുഴഞ്ഞു വീണു. ഇത് കണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ടെൻഷൻ ആവുന്നു. കാരണം ആൾക്കാർക്കൊന്നും ആവാതെ സേഫ് ആയിട്ട് എങ്ങനെയെങ്കിലും സാധനം എടുത്തിട്ട് പോകാന്നുള്ളൊരു മൈൻഡിലാണ് ഇവർ രണ്ടുപേരും വന്നത്. ആരെയും കൊല്ലണം, ഉപദ്രവിക്കണം എന്നൊരു തോന്നലൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ രണ്ടുപേരും ചെല്ലുന്നു. ആ ബഹളത്തിന്റെ ഇടയിൽ സെക്യൂരിറ്റിക്കാരൻ അവന്റെ മൊബൈലിൽ 125 കോൾ ചെയ്യുന്നു. അത് അങ്ങ് ദൂരെ ജപ്പാനിൽ റിംഗ് അടിക്കുന്നു. ശബ്ദം കേട്ട് ഗ്യാങ് മെമ്പേഴ്സിൽ ഒരാളെ ഡ്രോയർ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് മൊബൈലുണ്ട്. അതിൽ നോർമൽ എന്ന് പേര് എഴുതിക്കുന്ന ആ ഒരു സ്റ്റിക്കർ ഇട്ട് ആ ഒരു മൊബൈലാണ് കോൾ റിംഗ് ചെയ്യുന്നത്. സോ യാക്കുസ ഗ്യാങ്ങിനെ അലേർട്ട് ചെയ്ത
ശേഷം ആ ഒരു സെക്യൂരിറ്റിക്കാരൻ അപ്പം തന്നെ കത്തിയെടുത്ത് കൊള്ളയടിക്കാൻ വന്ന അവളുടെ ആ ഒരു ഹസ്ബൻഡല്ലോ അയാളെ കുത്തി. ഇത് കണ്ട ഭാര്യ വെറുതെ ഇരിക്കുമോ? ഇല്ല, അവൾ അപ്പം തന്നെ ആ സെക്യൂരിറ്റിക്കാരനെ ഷൂട്ട് ചെയ്ത് കൊന്നു. രണ്ടാമത്തവനെയും ഷൂട്ട് ചെയ്തു. അവനാണെങ്കിൽ തെറിച്ച് ബാത്റൂമിൽ അങ്ങോട്ട് വീഴുകയും ചെയ്തു. ഇവള് ഷൂട്ട് ചെയ്ത സമയത്ത് അതിന്റെ ഒരു ചെറിയൊരു ഫ്രാഗ്മെന്റ് ഇവന്റെ കഴുത്തിൽ കൂടെ ഒരഞ്ഞും പോയായിരുന്നു കേട്ടോ. പക്ഷെ അത് കാര്യമല്ല. പക്ഷെ ദേഹത്ത് കയറിയ കുത്താണ് ഇവൻ ഏറ്റവും വലിയ ഗുരുതരമായിട്ട് നിൽക്കുന്നത്. നീ എന്റെ കാര്യം വിട, അയാൾക്ക് വല്ല CPR എന്തെങ്കിലും കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്താൻ നോക്ക് എന്നിങ്ങനെ മറ്റേ ആളെ രക്ഷപ്പെടുത്തുന്നതാണ് ഇവൻ പറയുന്നത്. സോ ഇവർക്ക് ആരെ ഉപദ്രവിക്കണം എന്ന് പറയുന്ന ഒരു ഇന്റൻഷൻ ഇല്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആരെയും ഉപദ്രവിക്കാതെ കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് ടേൺ ഓഫ് ഇവന്റ്സ് അതിന് സമ്മതിച്ചില്ല. ഇങ്ങനെയൊക്കെ ആയി തീർന്നു. അപ്പോഴേക്കും ഷെരീഫും ടീമും അങ്ങോട്ട് എത്തുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ ഡെപ്യൂട്ടി ബ്ലെയിനും മൈക്കും ഉണ്ട് കേട്ടോ. ഇവർ ഹെൽമെറ്റും വെസ്റ്റും തോക്കെല്ലാം ആയിട്ട് ഇവർ സെറ്റായി ഉള്ളിൽ കയറുന്നു, രണ്ടുപേരെ പൂശുന്നു, തിരിച്ചു വരുന്നു എന്ന് പറയുന്ന മെന്റാലിറ്റിയിൽ ഇവർ രണ്ടുപേരും ഒരു സമാധാനം ഇല്ലാതെ കുറച്ച് വെപ്രാളപ്പെടുന്നു. അത് നമ്മുടെ നായകന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ എനിക്ക് കവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നായകൻ മാത്രം ഉള്ളോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം ഉള്ളിലുള്ളത് ആരാണെന്നുള്ള കാര്യം ഏതാണ്ട് ഒരു ഐഡിയ നായകനുണ്ട്. ആ ഭാര്യയും ഭർത്താവിന് ഒരു പട്ടിക്കുട്ടിയുണ്ട്. ആ ഒരു പട്ടിക്കുട്ടി വെളിയിൽ കാറിൽ നിൽക്കുന്നത് ഇവൻ ശ്രദ്ധിച്ചു. സോ അന്ന് ആ ഒരു വെൻഡിങ് മെഷീൻ സമയത്തും ആ ഒരു പട്ടിക്കുട്ടി ഇവരെ കണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു വശപശക്ക് തോന്നിയതാ. പക്ഷെ അത് ഈ ഒരു പരിപാടിയാണെന്ന് ഇവന് മനസ്സിലായില്ല. സോ അവർ പ്രശ്നക്കാരല്ല എന്നൊരു വിശ്വാസത്തിലാണ് അത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ ഉള്ളോട്ട് നടന്നു കയറുന്നത്. അപ്പോഴേക്കും മേയർ വരെ വിഷയം പറഞ്ഞു. ആ ഒരു മേയർ ഡെപ്യൂട്ടി ബ്ലെയിൻ്റെ അടുത്ത് എന്തൊരു കാര്യം പറഞ്ഞു. മേയർ സീരിയസ് ആയിട്ടാണ്, ഇത് ശരിക്കും ചെയ്യണോ? ഡെപ്യൂട്ടി മൈക്കും എടാ എന്ത് പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. ഞാനിത് ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും തോക്കെടുത്ത് റെഡിയാവുന്നു. അപ്പുറത്തെ നായകനാണെങ്കിലോ എനിക്ക് പ്രശ്നമൊന്നും വേണ്ട, ഞാൻ ഭയങ്കര സമാധാനത്തിൽ സംസാരിക്കാനാണ് വരുന്നത്, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് സമാധാനമാണ് എൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞ് പുള്ളി വരാൻ നോക്കുമ്പോൾ ഉണ്ടാതാ. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ പുറത്തു നിന്നുണ്ടായിരുന്ന രണ്ടെണ്ണം നമ്മുടെ നായകനെ നോക്കി ഒരേ ഷൂട്ട് ചെയ്യല്. പൊട്ടന്മാർക്ക് നേരെ ചൊവ്വ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കയറിയില്ല. നായകനൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങളതിന് എന്നെ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവന്മാരാണെങ്കിൽ നിർത്തുന്നില്ല, വെടി വെച്ചോണ്ടേ ഇരിക്കുന്നത്. പുള്ളിയുടെ തോക്ക് നേരെ എടുത്ത് ഇവന്മാർക്ക് നേരെയും ഷൂട്ട് ചെയ്തു. നമ്മുടെ നായകനാണെങ്കിലും പക്ക ഉന്നമാണ്. അതുകൊണ്ട് തന്നെ ബ്ലെയറിന്റെ ചെവി അടക്കം തെറിച്ചുപോയി. ഡെപ്യൂട്ടി ബ്ലെയിൻ ഒരു സൈഡിൽ നിർത്തിയെന്ന് പറഞ്ഞാലും മൈക്ക് നിർത്തുന്നില്ല, അവൻ വെറുതെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഷൂട്ടിങ്ങിൽ ആ ഒരു നായകനെയും കൊല്ലുന്നു, അല്ലെങ്കിൽ ആ വന്ന രണ്ടുപേരെയും കൊല്ലുന്നു, അതിനൊക്കെ. എന്നാൽ ബാങ്കിലുള്ളവരെ മൈൻഡ് ചെയ്യാതെയാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ആ വന്നവരും അവിടുത്തെ എംപ്ലോയീസും എല്ലാം മരിച്ചു വീഴുന്നുണ്ട്. ഇതെന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ 3 പേർക്ക് ഒരു ഐഡിയ ഇല്ല. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പേര് അവിടെ നിന്ന് ഓടിപ്പോകാനും ശ്രമിക്കുന്നു. ഇവരെന്തോ ഒരു ഭാഗ്യത്തിന് ടേബിളിന്റെ ഇപ്പുറത്ത് വന്നിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ ആ ഒരു ബാങ്കിന്റെ മാനേജറും ഉണ്ട്, അയാളും ഉണ്ട്. അപ്പൊ അയാളുടെ നേരെ തോക്കി വേണ്ടിയിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു, ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, ഇവന്മാർ എന്തിനാ എന്നെ ഷൂട്ട് ചെയ്യുന്നത്? രണ്ടാമത് ഞാനൊന്ന് ചോദിക്കുന്നു വിചാരിച്ചുകൊണ്ടിരിക്കരുത്, വെട്ടിവെച്ച് കയറ്റിക്കളഞ്ഞ് നിങ്ങൾക്ക് തന്ന ആ ഒരു കാശുമായിട്ട് നിങ്ങൾ മിണ്ടാതെ പോയിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ല. അപ്പൊ അവൻ വോൾട്ട് തെണ്ടിക്കാൻ വേണ്ടി പോയി. അനുഭവിച്ചോ, അല്ലാതെ എന്ത് പറയാനാ? വോൾട്ടോ, അതിനെന്ത് ഇതിന് മാത്രം ഇരിക്കുന്നത്? നിങ്ങൾ വന്നേ ആ ഒരു തുറന്നേ ആ വോൾട്ട് തുറന്നേ എന്നും പറഞ്ഞിട്ട് മാനേജറെ കൊണ്ട് ആ വോൾട്ട് തുറപ്പിക്കുന്നു. 1 2 ആണോ, സ്വർണ്ണ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്, ക്യാഷ് വേറെ. ഇവരുടെ പോലെയാണ് 10-60 ടൗണിനെ ഒരുമിച്ച് വാങ്ങാനുള്ള കാശ് ആ ഒറ്റ വോൾട്ടിലിരിക്കുക. ഇത് എവിടെ നിന്ന് ഈ കാശ്, ആരുടെ ഈ കാശ് എന്ന് പറഞ്ഞ് ഇയാൾ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. മാനേജർ അവിടെ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. നിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ തന്നെ നായകനും ഉണ്ട്. മാനേജർ നേരെ വരുന്ന പുള്ളിയുടെ ഓഫീസിന്റെ ഡ്രോയറിലിരിക്കുന്ന ആ ഒരു തോക്കെടുക്കാൻ വേണ്ടിയാ. പൊട്ടന് കയ്യിലുള്ള റിവോൾവർ സേഫ് മാറ്റാൻ പോലും അറിയാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. വൻ വിഷയത്തിൽ തിരിഞ്ഞതാണ്. പക്ഷെ താഴെ കിടന്ന ഡെഡ് ബോഡി ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതേ തട്ടിയിട്ട് പുള്ളി തിരിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് സ്വന്തം ദേഹത്ത് കയറി പുള്ളി അവിടെ ചത്ത് വീണു. ഈ എന്ത് പറയാനാന്ന് പറ. പുല്ലെന്ന് പറഞ്ഞിട്ട് നായകൻ അവിടെ തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് ആ ഒരു സെക്യൂരിറ്റിക്കാരിൽ ഒരുത്തൻ ചത്തിട്ടുണ്ടായിരുന്നില്ല. ഇവൻ വെസ്റ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവൻ സേഫ് ആയിട്ട് തീർച്ച വീഴ ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ ഡെപ്യൂട്ടി മൈക്ക് ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഈ ഒരു ബാങ്കിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി അവൻ കറങ്ങി ബാക്കിൽ കൂടെ വന്ന് കയറാൻ വേണ്ടി നോക്കുന്നു. മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കയറാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ മണ്ടയിലെ കൊണ്ടയെ മറന്നിട്ടോമേ എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ ആ ഒരു കോട്ട് ഉണ്ടാക്കുന്ന ശബ്ദം മാത്രം മറന്നുപോയി. മൈക്ക് അത് നീയാണ്, നിന്റെ കോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഇല്ല ബോസ്, ഇത് ഞാനല്ല, ഇത് വേറെ ആരും. എന്നാൽ ശരി, എന്നാൽ ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോർ നോക്കി പുള്ളി 4 വെടി. എന്നിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ഇവരോട് 2 പേരോടും ഇവിടെ നോക്ക്, ഇതാണ് സിറ്റുവേഷൻ. ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എനിക്ക് നേരെ ഷൂട്ട് ചെയ്തു, നിങ്ങൾ ഷൂട്ട് ചെയ്തില്ല. സോ ഐ ആം ട്രസ്റ്റിംഗ് യു ഗൈസ്. വോൾട്ടിലുള്ള കാശ് നോക്കാതെ അവിടെ ഇരിക്കുന്ന ആ ഒരു പെട്ടികൾ തുറന്നു നോക്കുക. അത് വെപ്പൺസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കയ്യിൽ അത് തീരെ ഇല്ലതാനും. നമ്മുടെ കയ്യിൽ ആയുധം കുറവാണെന്ന് പുറത്തുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ കാര്യം. സോ നിങ്ങൾ ആദ്യം അത് നോക്ക് എന്ന് പറഞ്ഞ് ഇവരോട് ഒരു കാര്യം പറയുന്നു. അപ്പോഴേക്കും തന്നെ വിഷയം പറഞ്ഞ് അവിടേക്ക് മേയറൊക്കെ വന്നിട്ടുണ്ട്. വേറെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. മേയർ വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് ബാങ്കിലേക്ക് വിളിക്കുന്നുണ്ട്. ആ ഒരു കോൾ എടുക്കുന്നത് നമ്മുടെ നായകനാണ്. എന്തിനാണ് ഷെരീഫ് ഈ പ്രശ്നമല്ല ഇങ്ങനെ വഷളാക്കുന്നത്? മേയർ എന്താണ് ഇവർ ശരിക്കും സംഭവിക്കുന്നത്? ഈ വോൾട്ടിലുള്ള ക്യാഷ് എല്ലാം ആരുടെയാണ്? സോ ആ ഒരു വോൾട്ടിലിരിക്കുന്നത് മൊത്തം യാക്കുസ ഗ്യാങ്ങിന്റെ ക്യാഷാണ്. ഇവരുണ്ടാക്കുന്ന ക്യാഷ് എല്ലാം ഒറ്റയടിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അവരുടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ഫെസിലിറ്റി ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം തൽക്കാലമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് പോലെയാണ് ഈ ഒരു ടൗണിനെ അവർ നോക്കുന്നത്. അവർ വരുന്നതിന് മുമ്പ് ഈ ഒരു ടൗണിന്റെ അവസ്ഥ ഭയങ്കര ദാരുണമായിരുന്നു. ചുറ്റുണ്ടായിരുന്ന എല്ലാ ടൗണുകളും ഇല്ലാതായപ്പോൾ ഇത് മാത്രം പിടിച്ചു നിന്നതിന്റെ ഏക കാരണം ഇതാണ്. ഞങ്ങൾ അവരുടെ കാശിന് കാവൽ നിൽക്കുന്നിടത്തോളം
പറ്റുന്നിടത്തോളം കാലം അവർ ഞങ്ങൾക്ക് നല്ലപോലെ ശമ്പളം തന്നോളും. ഈ നാടിനും നാട്ടുകാർക്കും അത് തന്നെയാണ് വേണ്ടത്. സോ ഇപ്പം ഞാനിതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എന്നെ എന്തായാലും വെറുതെ വിടാൻ നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അതെന്തായാലും ഇല്ല. പക്ഷെ നമുക്കൊരു വഴി കാണാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നാൽ മതി. നിനക്ക് വേണ്ട ഒരു പങ്ക് ഞാൻ അവരുടെ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചു തരാം. അപ്പോൾ പ്രോബ്ലം സോൾവ് ആയില്ലേ? നീ ആകെ ചെയ്യേണ്ടത് ഇതിനെല്ലാം കാരണക്കാരനായ രണ്ടെണ്ണം ഉള്ളിലില്ലേ, അവർ രണ്ടെണ്ണത്തിനെയും കൊന്ന് വെളിയിലോട്ട് കിട്ടാൻ മതി എന്നിങ്ങനെ പറഞ്ഞു തീർക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നായകൻ ആ ഒരു കോള് കട്ട് ചെയ്ത്. അവൻ കട്ട് ചെയ്തു. അവൻ എൻ്റെ കോള് തന്നെ കട്ട് ചെയ്തു. അവൻ അത്ര അഹങ്കാരം ഉണ്ടോന്ന് ആലോചിച്ച് നോക്കി. ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 3 എണ്ണത്തിനെ പോച്ച് പുറത്ത് ചാടിച്ചിട്ട് കൊന്നിരിക്കണം എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ആ ടൗണിലുള്ള കുറേ ആൾക്കാർ ഇയാളുടെ പിന്നാലെ നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം അറിയാം ഈ ഒരു വിഷയത്തിനെ പറ്റി. ഇതേ സമയം ഉള്ളിലുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ഒരു ക്രേറ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഗ്രനേഡ് ലോഞ്ചറൊക്കെ അവർക്ക് കിട്ടുകയാണ്. അത് ഇവർ നേരെ നമ്മുടെ നായകൻ്റെ കയ്യിലും കൊണ്ട് കൊടുക്കുന്നു. ഇതേ സമയം വെളിയിൽ നമ്മുടെ മേയർ നിൽക്കുന്ന സമയത്ത് അയാൾ ഇത്രയും കാലം കാണണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മറ്റേ മൂസ് ഉണ്ടല്ലോ, അത് ഇയാളുടെ കൺമുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആഹാ, ഞാനും മൂസിനെ കണ്ടല്ലോ എന്ന് സമാധാനിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളി പൊട്ടിത്തെറിച്ചു. നായകൻ ഗ്രനേഡ് ലോഞ്ചർ വെച്ചിട്ട് അയാളെ അങ്ങ് പൊട്ടിത്തെറിപ്പിച്ചു. കാര്യം അങ്ങേരെ അല്ല ഉന്നം വെച്ച്, പക്ഷേ ആ ഒരു ഗ്രനേഡിന്റെ പ്രൊജക്ഷൻ കുറച്ച് നോർമൽ ബുള്ളറ്റ് പോലെ അല്ല പോവുക. സോ അങ്ങനെ മാറിപ്പോയതാ. മറ്റേ വിഷയം സീനായിരുന്നത്. അവ പറഞ്ഞോട്ടിരിക്കുന്ന ഗ്യാപ്പിൽ പൊട്ടിത്തെറിക്കുന്നത്. എന്നിട്ട് മുന്നും പിന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പൊട്ടിച്ചെറിയുന്നു. എന്നിട്ട് ഇവർ 3 പേരും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ ഒരു ബാങ്ക് വിട്ട് വെളിയിലോട്ട് ഇറങ്ങി അവിടുന്ന് രക്ഷപ്പെട്ട് പോവാണ്. എങ്ങോട്ടാ? നേരെ സ്റ്റേഷനിലോട്ട് പോകുന്നത്. കാരണം അവിടെ മറ്റേ ആ ഒരു സ്നോയിൽ കൂടെ ഓടിക്കുന്ന ഒരു വണ്ടിയുണ്ട്, അത് വെച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട്. ദെൻ അവിടെ കെട്ടിയത് മറ്റേ സെക്യൂരിറ്റിക്കാരനുണ്ടല്ലോ, അവൻ വന്നിട്ട് കാര്യത്തിന്റെ സീരിയസ്നെസ് പറയുന്നു. ഇവൻ ഫോണിൽ വിളിച്ചിട്ട് അലേർട്ട് ചെയ്ത് കാണുമല്ലോ. ആ അലേർട്ട് ചെയ്ത ശേഷം അവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കാണും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് കാരണം സെൽ ടവർ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അവരൊരു പടയായിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതെല്ലാം സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അതല്ല വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇവിടെ ഒരാളും ബാക്കി ഉണ്ടാവില്ല, എല്ലാവരെയും കൊല്ലും. അവിടെ കിട്ടിയതിൽ ഇവർ 3 പേരും രക്ഷപ്പെട്ട് വരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ടൗണ് മൊത്തം അവരുടെ ആൾക്കാരാണല്ലോ. സോ ഇടയിലൊക്കെ ആൾക്കാരുണ്ട്. സോ അവരുടെ കണ്ണിൽ പെടാതെയാണ് ഇവർ പോകാൻ നോക്കുന്നത്. അങ്ങനെ ഇവർ ഒളിക്കാൻ വേണ്ടി നേരെ ചെന്ന് കയറുന്നത് ആ മറ്റേ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ്. മറ്റേ നീല നൂല് ഓർഡർ ചെയ്തപ്പോൾ പിങ്ക് നൂല് വന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത മറ്റേ ആ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിയുടെ വീട്ടിലോട്ട്. അയ്യോ മക്കൾ, ഇത് എന്ത് പറ്റി? ഞാൻ പോയി വെള്ളം വല്ലതും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പോയ മുത്തശ്ശി തിരിച്ചു വരുന്നത് തോക്കുമായിട്ടാണ്. അമ്മച്ചി സീന ഇവരെല്ലാം ഇതിനകത്ത് ഒറ്റ ടീമാ. അങ്ങനെ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ് ആ ഒരു അമ്മച്ചീനെ സൈഡാക്കിയിട്ട് ഇവർ വെളിയിലോട്ട് വരുന്നു. അവിടെ കിട്ടിയതിൽ ഇവരാണെങ്കിലോ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും തോക്കൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുന്നു. കടയിലെ ടേബിളിന്റെ അടിയിൽ കപ്പിന്റെ മൂടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ തോക്കും ബുള്ളറ്റൊക്കെ വെച്ചിട്ട് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ എല്ലാത്തിനും പ്രിപ്പയർ ആയിരിക്കും ഈ നാട്ടുകാർ മൊത്തം. നിങ്ങൾ രണ്ടുപേരും നേരെ സ്റ്റേഷനിലോട്ട് പോയി വണ്ടി എടുക്കാൻ നോക്ക്, ഞാൻ തൽക്കാലം ഇവരെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നായകൻ ഇടയിൽ നിൽക്കുന്നു. കയ്യിലുള്ള ബുള്ളറ്റ് ഇരുന്നു. അപ്പോൾ വേറെ വല്ല തോക്കോ വല്ല ബുള്ളറ്റോ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അടുത്തുണ്ടായിരുന്ന മറ്റേ മുട്ടയുടെ കടയുണ്ടല്ലോ, അവന്റെ കടയിലോട്ട് കയറി ചെല്ലുന്നു. അവിടെ അവനും ഇവരുടെ ഗ്രൂപ്പിലാണ് എടുത്തിട്ടടിക്കുന്നുണ്ട് നമ്മുടെ നായകനെ. 4-5 അടി കൊടുത്ത് അവൻ്റെ കത്തിക്കലും തീർത്ത ശേഷം തൊട്ടടുത്ത് തന്നെ പൂട്ടും താഴൊക്കെ ഒരുപാട് പൂട്ടൊക്കെ ഇട്ടിട്ട് അവനൊരു സാധനം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തുറന്നങ്ങ് നോക്കുമ്പോൾ ഫ്ലെയറും ഡൈനാമൈറ്റും ബോംബൊക്കെയാ അത്യാവശ്യം ഉപകാരപ്പെടുന്നു പറഞ്ഞ് പൂട്ടി വെച്ചതായിരിക്കും. എന്ത് പറയാനാന്ന് പറ. ഇതേസമയം ഇവർ രണ്ടുപേരും ആ ഒരു സ്റ്റേഷനിലോട്ട് പോകാൻ നോക്കുമ്പോൾ ഏതൊരു നാട്ടുകാരും വന്ന് ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഈ ബഹളത്തിന്റെ ഇടയിൽ അവളുടെ കെട്ടിയവനാണെങ്കിൽ ആ ഒരു മറ്റേ ലോക്കറിൽ നിന്ന് വോൾട്ടിൽ നിന്ന് ഒരു സ്വർണ്ണക്കട്ട എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അവൻ ആ കട്ട വെച്ച് തന്നെ മറ്റവന്റെ തലക്കടിച്ച് റീലോഡ് ചെയ്യുന്ന ഗ്യാപ്പിൽ അവനെ പൂശുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള ഒരു റീഗ്രൂപ്പ് ചെയ്ത് നേരെ ഒരുമിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവരുടെ അങ്ങോട്ട് മറ്റേ ആ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, അത് നമ്മുടെ നായകൻ അങ്ങ് തൂക്കി എറിയുന്നു കത്തിച്ചിട്ട്. മൈക്കാണെങ്കിലും അത് കയ്യിലെടുത്ത ശേഷം അയ്യേ ഇത് ഫ്ലെയർ അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തീ അങ്ങ് അണച്ചു. പക്ഷേ അങ്ങനെ നമ്മുടെ മൈക്കിന്റെ കത്തിക്കലും തീർന്നു. നായകൻ വിട്ടോ ഇല്ല, വീണ്ടും വീണ്ടും വാരി മറ്റേ ആ സാധനം ഫ്ലെയർ എടുത്ത് എറിയുന്നുണ്ട്. ആ ഗ്യാപ്പ് കൊണ്ട് ഇവർ രണ്ടുപേരും സ്റ്റേഷനിലെത്തി ആ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ സ്റ്റേഷനിൽ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഒരു തടിച്ചിട്ട്, അവൾ ഇവരെ കൊല്ലാൻ വേണ്ടി ബാക്കിലൂടെ വരുന്നു. ആരുമില്ല, ആരും മോശമില്ല, എല്ലാവരും ഈ പരിപാടിക്കുള്ളതാണ്. അവിടെ നമ്മുടെ നായകനാണ് വന്നിട്ട് ഇവളെ ഒരു വണ്ടിക്കടി തള്ളിയിട്ട് അവളെ പൂശിക്കളയുന്നത്. ഓക്കെ, രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഈ ടൗൺ വിട്ട് പൊക്കോണം, തിരിച്ച് വന്നേക്കരുത്. നീ എടുത്ത മറ്റേ സ്വർണ്ണക്കട്ട ഞാൻ കണ്ടില്ലെന്ന് നീ വിചാരിക്കരുത്, നീ അതെടുത്തോ, കുഴപ്പമില്ല. അത് വെച്ച് മാന്യമായിട്ട് ജീവിച്ചോണം, ഇതുപോലെ വേറെ വല്ല വള്ളിയിൽ ചെന്ന് പെടരുത്. അയ്യോ അപ്പോൾ സാറ് വരുന്നില്ലേ എന്ന് പറഞ്ഞ് ഇവർ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുക, എനിക്കിവിടെ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്, നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു വിടുന്നു. പോകുന്ന വഴിയിലാണ് ഇവർ ആലോചിക്കുന്നത്, അല്ല ഈ സ്വർണ്ണക്കട്ട ഇങ്ങനെ കാശാക്കും, ഇതിനെങ്ങനെ ഉരുക്കി വിൽക്കാനാണോ അതോ മൊത്തമായിട്ട് കൊടുക്കാനാണോ അറിയുന്നില്ല. അവർക്ക് വലിയ കാര്യത്തിൽ ബാങ്ക് കൊള്ളയടിക്കാൻ സ്വർണ്ണം എടുക്കാന്നൊക്കെ തീരുമാനിച്ചു, പക്ഷെ അത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇങ്ങനെ ഇവർ ഈ ഒരു വണ്ടി ഓടിച്ച് പോകുന്ന കാര്യം ദൂരത്ത് നിന്ന് ആ ഒരു ബാക്കിയുള്ള നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. ആ ഒരു വണ്ടി എന്തായാലും സ്റ്റേഷനിൽ നിന്നാണ് വന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ചെല്ലുന്നുണ്ട്. ഇപ്പോഴത്തെ നായകനാണെങ്കിലും മറ്റേ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അവൻ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ വെയിട്രസ് ആയിട്ടുള്ള മൊയറ ഉണ്ടല്ലോ, അവൾ പട്ടേന്ന് ഇവൻ്റെ നേരെ ഷൂട്ട് ചെയ്തേക്കുന്നു. സോ ഇവളും അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ്. ശരി, എന്തായാലും നീ ഇപ്പം എന്നെ കൊല്ലും, നീ ഒരു വെയിറ്റർ അല്ലേ, നിൻ്റെ വല്ല ഡ്രിങ്ക് ഉണ്ടോ എന്ന് പറഞ്ഞ് അവൻ. അതില്ലാതെ ഞാൻ നടക്കുമോ, ഡ്രിങ്ക് നമുക്ക് ട്രേഡ് ചെയ്യാം, ആ തിൻ്റെ കയ്യിലുള്ള തോക്ക് ഇങ്ങോട്ട് തരുവാണെങ്കിൽ. ശരി എന്ന് പറഞ്ഞ് നായകൻ തോക്ക് കൊടുത്തപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ക്യാനിലെ ഡ്രിങ്ക് അവനും കൊടുക്കുന്നു. ആ നാട്ടുകാർക്കിടയിൽ ഇവൾക്ക് മാത്രമാണ് ഇവൻ എന്താ ശരിക്കും ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കിയ ഒരേ ഒരാൾ. കാരണം ഇവൻ അന്ന് പറഞ്ഞ ആ ഒരു കഥയിൽ പോലും എന്തൊരു നുണയുണ്ടെന്ന കാര്യം ഇവൾക്ക് അന്നേ മനസ്സിലായി. ഇപ്പൊ ചോദിക്കുമ്പോൾ അവൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു പെങ്കു
പെൺകുട്ടിയല്ല അവളുടെ അച്ഛനെ കൊന്നത്, പകരം ഇവനാണ് കൊന്നത്. തോക്ക് ചൂണ്ടി നിന്നത് വരെ ശരിയാ, പക്ഷെ അത് കഴിഞ്ഞ് കുട്ടി അവളുടെ അച്ഛനെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നായകൻ അയാളെ ഷൂട്ട് ചെയ്തു. പക്ഷെ ആ സമയത്ത് കുട്ടി എന്ത് വിചാരിച്ചെന്ന് അറിയുന്നില്ല. കൊച്ചു നേരെ ഇവന്റെ നേരെ തോക്കിയുണ്ടിപ്പോൾ വേറെ വഴിയില്ലാതെയാണ് കൊച്ചിനെയും ഇവൻ ഷൂട്ട് ചെയ്തത്. സോ ആ ഒരു ഗിൽറ്റ് ഉള്ളതുകൊണ്ടാണ് ആരിലും എന്തിലും ഇടപെടാതെ അവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഇവന്റെ രഹസ്യം ഇവള് കണ്ടുപിടിച്ച സമയത്ത് ഇവളുടെ രഹസ്യം നമ്മുടെ നായകനും കണ്ടുപിടിക്കുന്നുണ്ട്. മറ്റേ ആ ഒരു ഷെരീഫിനെ കൊന്നത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന മോയറയാണ്. അയാൾക്ക് പെട്ടെന്ന് മകളുടെ കൂടെ ജീവിക്കണം പോലും, അയാൾക്ക് ഇതിൽ നിന്നെല്ലാം പുറത്തു പോകണമെന്ന് പറഞ്ഞു. അത് നടക്കുന്ന കാര്യമല്ല. ഇതിൽ തോന്നുമ്പോൾ കയറാൻ തോന്നുമ്പോൾ ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ മകളുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇതിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ് കുറേ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് വേറെ വഴിയില്ലാതെ തട്ടിയത്. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഡ്രിങ്ക്സ് അടിച്ചത്. അതിൽ കുറച്ച് മയക്കുമരുന്ന് കലർത്തി അയാളെ കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടതും ഞാനാണ്. തണുപ്പിക്കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ആൾക്കാർ മരിക്കത്തില്ല, ഒരുപാട് നീളണ്ട, പെട്ടെന്ന് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരിയിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇവള് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു തണുപ്പിൽ കിടന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. ഈ സത്യം ഇവളുടെ വായിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കേട്ട സ്ഥിതിക്ക് ഇനി ബാക്കി നീ നോക്കിക്കൊള്ളില്ലേ എന്നൊരു രീതിയിൽ ഇയാളൊരു കാര്യം പറയുന്നു. അപ്പോൾ ഉടനെ പുള്ളി കഴിഞ്ഞ ദിവസം ഇയാളുടെ മകളെ തന്നെയാണല്ലോ ഇവിടെ കൊണ്ട് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇവളെ അതിനുശേഷം തുറന്നു വിടാനുള്ള ഒരു ഗ്യാപ്പ് പിന്നീട് കിട്ടിയില്ല, മൊത്തം പ്രശ്നങ്ങളായല്ലോ. സോ ഇപ്പോൾ സ്വന്തം അച്ഛനെ ആരാ കൊന്നതെന്ന് ഇവളുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇവളൊന്നും നോക്കിയില്ല, ആ തോക്ക് വെച്ച് തന്നെ അവളെ പൂശി അവിടെ തന്നെ ഇല്ലാതാക്കുന്നു. അവിടെ കിട്ടിയ അടുത്ത ഷോട്ടിൽ നമ്മുടെ നായകൻ അന്ന് ഷെരീഫിന്റെ ഡ്രോ ചെയ്യുന്ന ഒരു ഗണ്ണ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗണ്ണ് ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലോട്ട് കൊടുക്കുന്നു, മകളുടെ കയ്യിലോട്ട്. ആ ഗണ്ണ് ഇവൾക്ക് അവകാശപ്പെട്ടത്, അത് അതിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവളോട് വണ്ടി എടുത്ത് അവിടുന്ന് പോകാൻ പറയുന്നു. ചേച്ചി കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നാളുടെ ഫ്രണ്ടിലുള്ള എല്ലാത്തമാരെ നെഞ്ചത്തോടെ കയറ്റിയിട്ട് അങ്ങ് എടുത്തിട്ട് പോയി. ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല ഇവള് മാത്രം ഇത് എങ്ങടെ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ജാപ്പനീസ് സെക്യൂരിറ്റിക്കാരന് കാര്യം മനസ്സിലാകുന്നത്. എടാ നമ്മൾ ബാങ്കിൽ ആരെങ്കിലും നിർത്തിയിട്ടാണോ വന്നേ ചോദിക്കുമ്പോൾ ഒരുത്തനും വാ തുറക്കുന്നില്ല. കാരണം എന്താ, ബാങ്കിൽ ഒരുത്തനും ഇല്ല, എല്ലാവന്മാരും ഈ സ്റ്റേഷനിലോട്ട് ഇങ്ങോട്ട് വന്നു. ഇവരെന്താ പ്ലാൻ ചെയ്യുന്നത്, എന്തിനാ മുതിരുന്നതെന്നൊന്നും ഇവർക്ക് അറിയുന്നില്ല. ആ ഒരു കൺഫ്യൂഷനിലാണ് ഇവിടെ ഉള്ള ഇവന്മാരെല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മുടെ നായകൻ വോക്കി ടോക്കിയിൽ മക്കളെ സംഭവം മനസ്സിലായല്ലോ, അലച്ച് ചുമ്മാ ബാങ്ക് കാണാൻ വേണ്ടി കാർ എടുത്ത് ചീഞ്ഞു പാഞ്ഞു പോയതല്ല. ആ വണ്ടിക്കകത്ത് ഈ സ്റ്റേഷനിലുണ്ടായിരുന്ന C4 എക്സ്പ്ലോസീവ്സ് മൊത്തം ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വോൾട്ടിൻ്റെ ഉള്ളിൽ വെച്ച് അവൾ ആക്ടിവേറ്റ് ചെയ്യും. എനിക്കിവിടെ ഒരു കീറലോ ബോറലോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വോൾട്ടിലുള്ളതെല്ലാം കത്തി അമരും. പിന്നെ യാക്കൂസ വന്നു കഴിഞ്ഞാൽ വിരൽ മാത്രമായിരിക്കത്തില്ല, എല്ലാ അവന്മാരുടെയും തലയും കിടുകാമണി വരെ അവന്മാർ മുറിച്ചെടുത്തിട്ട് പോകും. ഇനി എന്നെ ഉപദ്രവിച്ചാൽ മാത്രമല്ല, ഞാൻ ഒരു വാക്ക് പറഞ്ഞാലും അവിടെ അത് സംഭവിക്കും. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ പറയാം, രണ്ടുപേർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പ്ലാൻ. വായോ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് എല്ലാ അവന്മാരെയും ഒരു വട്ടമേശ സമ്മേളനത്തിന് വിളിക്കുന്നു. ഗൈസ് ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാതെയാണ് ഞാൻ ഇതിനകത്തോട്ട് തലയിട്ട് പോയത്. ഇപ്പം ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമ്മുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് നാളെ യാക്കൂസ ഗ്യാങ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഈ ടൗണിനെ മാറ്റണം. ചെറിയൊരു മോഷണ ശ്രമം സംഭവിച്ചായിരുന്നു, പക്ഷേ അത് നമ്മൾ എതിർത്തു. വോൾട്ടിലിരിക്കുന്ന അവരുടെ സ്വർണ്ണത്തിനും പണത്തിനും ഒരു പ്രശ്നവും ആയില്ലെന്ന് അവർ മനസ്സിലാക്കണം. അതിന് ഈ ഒരു ടൗണിനെ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ പഴയതുപോലെ മാറ്റണം. കാരണം ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചേ എന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾ എല്ലാവന്മാരെയും അവൻ കൊന്നു കളയും. തൻ്റെ സാധനം ഇവിടെ സേഫാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ അവനിൽ എന്തെങ്കിലും ഒരു പോറൽ പറ്റിക്കഴിഞ്ഞാൽ തീർന്നു. സോ അതില്ലാതിരിക്കണമെങ്കിൽ ഈ ടൗൺ പഴയ പോലെ മാറണം. അല്ലെങ്കിൽ പിന്നെ മോഷണ ശ്രമം എന്ന് പറയേണ്ട, ബാങ്കിലേക്ക് ഒരുത്തൻ കാർ കൊണ്ട് ഇടിച്ചപ്പോഴാണ് ഈ ഒരു അലാറം ട്രിഗർ ആയത്. ശേഷം ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് തിരിച്ചു വിളിക്കാൻ നമുക്കിടെ ഇവിടെ റേഞ്ച് ഇല്ലാതായിപ്പോയി. കാരണം കൊടുങ്കാറ്റുണ്ടായിരുന്നു. എന്ത് പറയുന്നു, ഇതാണെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമില്ല ഞമ്മക്കും പ്രശ്നമില്ല. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറയുന്നുണ്ട് ഒയാബുൻ ഇത് വിശ്വസിക്കും തോന്നുന്നില്ല, അതായത് അയാളുടെ ഗ്യാങ് ലീഡർ ഇത് വിശ്വസിക്കും തോന്നുന്നില്ലെന്ന്. അയാൾക്ക് ഇവിടെ നടന്ന കൂത്തൊന്നും അറിയത്തില്ലല്ലോ, അറിയാത്ത പക്ഷം ഒന്നും സംഭവിക്കത്തില്ല. തുടർന്ന് ഷടപെട്ടെ എന്ന് അവിടെയുള്ള എല്ലാവരും ആ ഒരു ടൗണിനെ പഴയ പോലെ ആക്കാൻ വേണ്ടി ശ്രമമായി. ചുറ്റും ഡെഡ് ബോഡീസും ബുള്ളറ്റുമാണ്, എല്ലാത്തിനെയും മഞ്ഞിൽ മൂടുകയാണ്. കാരണം കാശും സ്വർണ്ണം നോക്കാൻ വരുന്ന ആൾ മഞ്ഞിൻ്റെ അടിയിൽ പോയി തപ്പാനൊന്നും നോക്കത്തില്ല. മാക്സിമം പുറമേ നോക്കുമ്പോൾ ബാങ്കിലേക്ക് ആ ഒരു കാർ ഇടിച്ചെന്നല്ലാതെ വേറൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അവർ മാറ്റുന്നുണ്ട്. തുടർന്ന് രാവിലെ തന്നെ യാക്കൂസ ഗ്യാങ്ങും ടീമും അങ്ങോട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഉലീസിയസും അതേപോലെ തന്നെ ബ്ലെയിനുമാണ്. ബ്ലെയിന് അവരെ പരിചയമുണ്ട്. അപ്പോൾ ഇത് പുതുതായിട്ട് വന്ന മറ്റേ ടെമ്പററി ഷെരീഫാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്ത് ഇവരെ നേരെ ബാങ്കിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ലോക്കറിൻ്റെ ഉള്ളിലുള്ള, അതായത് വോൾട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്യാഷും സ്വർണ്ണവും എല്ലാം കാണിച്ചു കൊടുത്ത ശേഷമാണ് അവർക്ക് സമാധാനം അയക്കുന്നത്. പുള്ളി വേറെ ഒന്നും നോക്കുന്നില്ല, വോൾട്ടിൽ സാധനം ഉണ്ടോ ഇല്ലയോ അത് മാത്രമേ നോക്കുന്നുള്ളൂ. സംഭവം സേഫാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഒന്ന് ഹാപ്പി ആവുന്നു. അപ്പോൾ നമുക്കിത് ആഘോഷിക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാം തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി മറ്റേ ആ കഫേയിലോട്ട് പോകുന്നു, ആ ഒരു ബാറിലോട്ട് പോകുന്നു. അവർ ചുമ്മാ പോയിട്ടുണ്ടാവും, പോയവരെ വിളിച്ച് കയറ്റി വന്ന് തിന്നാൻ കൊടുക്കുന്ന അവസ്ഥയാണ്. അവരെ കൊണ്ട് ഇരുത്തി. ഡെപ്യൂട്ടി ബ്ലെയിൻ ആണെങ്കിലോ അടുത്ത ഷെരീഫ് പുള്ളിയാണെന്നുള്ളൊരു ഇത് വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട്, ഒരു കാര്യമില്ലാത്ത കാര്യമൊക്കെ. എതിരെ ഇരിക്കുന്ന യാക്കൂസ ഇങ്ങനെ പകുതി പേർക്ക് ഇവനെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്ന പോലുമില്ല. എല്ലാം കഴിഞ്ഞ് അവിടെ ഒരുത്തൻ മറ്റേ ആ ഒരു ഷാമ്പെയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്.
എന്തെന്ന് പറയുന്നത് അത് തട്ടിയിട്ട് ചുമരിലുണ്ടായിരുന്ന തോക്കി പൊട്ടി യാക്കുസ ഗ്യാങ്ങിന്റെ ലീഡറിന്റെ തല പൊട്ടിത്തെറിച്ച് അങ്ങേര് ചത്ത്. അടങ്ങൊമ്മാലേ. അതായത് യാക്കുസ ഗ്യാങ് ഒരു ലൈനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പോലീസുകാർ നാട്ടുകാരും. ലീഡർ ചത്തെന്ന് കണ്ടു കഴിഞ്ഞതും അത് ആക്സിഡന്റ് ആണെന്നൊന്നും ആലോചിക്കുന്നില്ല. ഇവന്മാര് തോക്കെടുത്ത് ഇവരെ തൂണ്ടുന്നു, ഇവന്മാര് തിരിച്ചു ചൂണ്ടുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന്റെ ഉള്ളിൽ തന്നെ വൺ ഷൂട്ട് ഔട്ട്. രണ്ട് സൈഡിൽ നിന്നും ചുമ്മാ ചത്ത് വീഴുവാണ്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്ത് ചാവുക. അങ്ങനെ അത് പോയി അവസാനം എന്തായി, നമ്മുടെ അലക്സും നായകനും പിന്നെ നമ്മുടെ ഡെപ്യൂട്ടി ബ്ലെയിനും ഇവർ 3 പേര് അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ അവന്മാരും പടവായി. നായകനാണെങ്കിലും വന്നപ്പോൾ തൊട്ട് തന്നെ ഇവിടുത്തെ പൈ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളി അവസാനം ആ ഒരു പയ്യൻ ട്രൈ ചെയ്തിട്ട് നിനക്ക് ഇപ്പോഴും ഇവിടുത്തെ ഷെരീഫ് ആവണം എന്ന രീതിയിൽ ബ്ലെയിനോടൊരു ചോദ്യം. ആ സാറേ ഈ ടൗണിൽ പിന്നെ ഞാനില്ലാതെ പിന്നെ വേറെ ആരാ എനിക്ക് ആവണം എന്ന് പറയുന്നു. നായകൻ എന്ത് ചെയ്തു, നെഞ്ചത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാർ എടുത്ത് ഇവന്റെ നെഞ്ചത്ത് അങ്ങ് വെച്ചു കൊടുത്തു. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം അലക്സും അതേപോലെ തന്നെ നായകനും വേറൊരു ടൗണിലേക്ക് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പുള്ളി ഇവിടെയും ടെമ്പററി ആയിട്ട് വന്നേക്കുന്നത്, പക്ഷേ കൂടെ ഇപ്പോൾ അലക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭാര്യയെ വിളിച്ചിട്ട് ഇന്ന പോലെ പുതിയ ടൗണിലേക്ക് വന്നടി, ഞാൻ ഇവിടെയാണ് അവിടെയാണ് അന്ന് നടന്ന കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യയെ വിളിച്ച് പറയുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി ഇത്തവണ ആ ഭാര്യ കോൾ എടുത്തു. അങ്ങനെ വർഷങ്ങൾ നീണ്ടു നിന്ന ഇവരുടെ മൗനവ്രതം ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ നായകനും അലക്സും പിന്നെ ഭാര്യയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇങ്ങനത്തെ ഒരു നോട്ടിലാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. നോർമൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒട്ടും നോർമൽ ആയിട്ടുള്ള ഒരു സിനിമയല്ല. ഒരു ജോൺ വിക്കിഷ് നോബഡി വൈബൊക്കെ തരുന്ന പക്കാ കൂഫി ആക്ഷൻ എന്റർടൈനറാണ് ഈ ഒരു പടം. പിന്നെ ജോൺ വിക്കിന്റെ വൈബ് വന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം ജോൺ വിക്ക് ചെയ്ത അതേ ടീം തന്നെയാണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു പടം നല്ലപോലെ വർക്കായി. കാരണം ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരൊന്നും നോക്കാൻ ആവാൻ ശ്രമിക്കുന്നില്ല. ഒട്ടും ബോറടിപ്പിക്കാതെ, ഒട്ടും വെറുപ്പിക്കാതെ അത്യാവശ്യം നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്ത നല്ല ആക്ഷൻ സെറ്റ് പീസ് ഉള്ള ദി ബെസ്റ്റ് ഡാഡ് മൂവി ഓഫ് ദി ഇയർ. അതാണ് ഈ ഒരു പടം. സോ യാ, ദാറ്റ്സ് നോർമൽ ഫോർ യു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.